ഞങ്ങൾ പോകാൻ പോകുന്നത് ദൗക്കിക്കാണ്. നമ്മുടെ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട് മേഘാലയയിലുള്ളത്. അപ്പോൾ നമ്മൾ ദൗക്കിയിലേക്ക് ഇതേ നമ്മൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്ഥലം കൂടി പോകുമ്പോൾ ചേട്ടൻ പറയും ഏത് സ്ഥലം? ഷോങ് പെഡങ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലം കൂടി ഉണ്ട്, ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. ഇത്രയും സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ എത്തണം, കാരണം ഞങ്ങളുടെ സിസ്റ്റർമാർ ഹോസ്റ്റൽ അടയ്ക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേഗം ഒരു 7:30 ആകുമ്പോഴേക്ക് തിരിച്ചു വരും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ. നാളെ ഞങ്ങൾ ഷിലോങ്ങിൽ പോകും. അവിടെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. ഇന്നിപ്പോൾ നമ്മൾ അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാം ഗൈസ്. ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയുന്നത്. അമ്മ കെട്ടിയാന്നാ ഗൈസ്. എനിക്ക് കെട്ടാനറിയാം, പക്ഷെ ഞാൻ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെ വെച്ചതാ. ഇവൻ കെട്ടിയരാന്ന് പറഞ്ഞിട്ട് ഇവനെ അറിയില്ല ഗൈസ്. ഇവന് അതിനുള്ള കുശുമ്പണി പറഞ്ഞുകൊണ്ടിരിക്കണം. സെലിബ്രിറ്റികൾ ആരാ? സണ്ണി ലിയോണ് ഗൈസ്. അവൻ വെറും നോണയാണ്, നിങ്ങളാരും വിശ്വസിക്കരുത്. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇടം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇത് നമ്മുടെ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോണത്. നല്ലൊരു ഭംഗിയുള്ള റിവർ സൈഡാണ്. ആ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഗ്രീനിഷ് കളറിലുള്ള ചെടികളും അതുപോലെ തന്നെയുള്ള റിവറും, അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ പോയതാണ്. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ ഇവിടെ ബോട്ടിങ് ചെയ്യണോ വേറെ സ്ഥലത്ത് ബോട്ടിങ് ചെയ്യണോ എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ദൗക്കിലെത്തി. അങ്ങനെ നമ്മളിത് ഷോങ് പെഡങ് ദൗക്കി റിവർ എത്തിയിട്ടുണ്ട്. അതിലേക്ക് പോണ എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. നിറയെ കവുങ്ങ്, നമ്മുടെ കേരളത്തിലെ മാതിരി കവുങ്ങ്, ചക്ക ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ. ഞാനും ഏട്ടനും കൂടി നടന്ന് ഞങ്ങൾ പോവാണ്. അവിടെ അപ്പം അമ്മയും മുന്നേ പോയിട്ടുണ്ട്. ഭയങ്കര വെയിലാട്ടോ ഗൈസ്, തീരെ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു 11 മണിയായി ഇവിടെ എത്തിയപ്പം. അപ്പോൾ ഭയങ്കര ചൂടാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ പോകുന്നത് ബംഗ്ലാദേശിൻ്റെ ബോർഡർ ആയിട്ടാണ്, മേഘാലയ ബംഗ്ലാദേശ് ബോർഡർ. അപ്പോൾ നേരെ പോകണത് നമ്മൾ ബംഗ്ലാദേശിൻ്റെ ബോർഡറിലേക്കാണ്. ബംഗ്ലാദേശ് ഗൈസ്, എനിക്ക് ബംഗ്ലാദേശിന് ഓർമ്മ വരുന്നത് ആദ്യം തന്നെ ക്രിക്കറ്റ് മാച്ചാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ക്രിക്കറ്റ് മാച്ചാണ് ഓർമ്മ വരുന്നത്. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾക്ക് അവിടെ എൻട്രൻസ് ഒന്നുമില്ല, ജസ്റ്റ് കാണാൻ പോകും. അപ്പം നേരെ നമ്മൾ ബംഗ്ലാദേശ് ബോർഡർ. ഇവിടെ നമ്മൾ അടിപൊളി ബോട്ടിംഗ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്കതൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുള്ളൂ. വേറൊരു ഷോങ് പെഡങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ നല്ല ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ എത്തിയേക്കണ ടൈമിങ്ങും കറക്റ്റ് അല്ല. നമ്മളൊരു ഉച്ച നേരത്തെ എത്തിയേക്കണം. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ വെയിലത്ത് പോകാനായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടീസ്. ഇതിനോട് ഞാൻ കണ്ണ് കാണാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ണാട വെച്ചേക്കണേ ഗൈസ്. ഇതാണ് ഈ ഒരു കട്ട വെച്ചാണ് ഉണ്ടാ. ഇതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. ഇവിടെ പട്ടാളക്കാരൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നാലും അങ്ങോട്ട് കടന്നാലും നമ്മളെ പട്ടാളക്കാരെ പിടിച്ച് ഇങ്ങോട്ട് തള്ളുന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് ഉന്തിക്കളയും, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തള്ളിക്കളയും. ഇതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. നമ്മൾ ക്രിക്കറ്റിൽ മാത്രം കണ്ടുള്ള സംഭവമാണ് ഇന്ത്യ ബംഗ്ലാദേശ്. ആളുകൾ നിൽക്കണുണ്ട്, കൂടുതലും മുസ്ലിമായിട്ടുള്ള ആളുകളാണ്. കുറേ ആളുകൾ കുറേ നിൽക്കുന്നുണ്ട്, കുറേ പേര് ബോട്ടിങ്ങിന് പോകുന്നുണ്ട്, കൂടുതൽ പേര്. അപ്പം ഈ മഴ കഴിയുമ്പോൾ ഇവിടുന്ന് ഫുള്ള് വെള്ളവും ഈ ഒരു ഭാഗത്തേക്ക് പറയണേ നിറച്ചും വെള്ളമായിരിക്കും എന്നാണ് പറയണത് ഈ ഒരു ഏരിയ. ആ ഒരു മലയിൽ നിന്ന് ഫുള്ള് വെള്ളം ഇറങ്ങി ഇവിടെ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന പറയണം. ഒട്ടും എന്താ പറയുക, ഇവിടെ നിന്ന് കാണാൻ പറ്റാത്ത പോലെ ഒരു ഒക്ടോബർ ഡിസംബർ മാസത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും പറയണത്. പക്ഷെ ഇപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്ന ബാണ അങ്ങനെയാണ് പറയണത് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മൾ ബോട്ടിങ്ങിന് പോകണോ പോകണ്ടയോ എന്നുള്ള ചർച്ചയിലാണ്. ബംഗ്ലാദേശ് കാണാനും ഇന്ത്യ കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ പറ്റുക. നിറയെ വെള്ളമില്ലാതെ കുറച്ച് വെള്ളം മാത്രമുള്ളൊരു ഏരിയ ആണിപ്പോൾ നമുക്ക് കാണാൻ പറ്റണത്. അപ്പോൾ നമ്മളിവിടെ ബോട്ടിങ് ചെയ്യണില്ല. ഞങ്ങൾ ഷോങ് പെഡങ്ങിൽ പോയിട്ട് ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര വെയിലത്ത് നമ്മൾ ബോട്ടിങ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വെയിലാറിയിട്ട് ബോട്ടിങ് ചെയ്യാൻ വിചാരിച്ചു. നമ്മളിവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഇനി നമ്മൾ പോവാണ് ഷോങ് പെഡ്. അവിടേക്ക് പോകാൻ പോവാണ് കേട്ടോ. അവിടെ അടിപൊളി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കയാക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വരാം ഗൈസ്. നമ്മൾ പാനിപ്പൂരി തിന്നാൻ വന്നേക്കാണ് ഗൈസ്.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പാനിപ്പൂരി കഴിക്കാൻ തോന്നി. അപ്പോൾ ആ പാനിപ്പൂരി ഉണ്ടാക്കുന്ന കുട്ടി എന്തൊക്കെയോ സാധനങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കറിയണതിൽ ഉരുളൻകിഴങ്ങും പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ മേടിച്ച് കഴിക്കാനുണ്ടായത്. എന്ത് തിന്നുന്നു? പാനിപ്പൂരി. പാനിപ്പൂരി പിന്നെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് പോകാൻ. സൂപ്പറല്ലേ? ഒഴുക്കി അടുത്ത ആൾക്ക് ഞാൻ കൊടുക്കാൻ പോണ്. ആൻറ്റി തിന്നു. തിന്ന് കോഴിയൊന്നല്ല. എങ്ങനെയുണ്ട്? 50 രൂപ ഉള്ളൂ. ആ പുളി വീണു നിന്റെ അത് തുപ്പിക്കള. അങ്ങനെയുണ്ട്? എനിക്കിതാ അപ്പോൾ നമ്മൾ ഷോങ്പേട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു അടിപൊളി ബ്രിഡ്ജ് കാണാം കേട്ടോ. അപ്പോൾ ആ ബ്രിഡ്ജിലേക്ക് പോവാണ്. നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. റിവർ റാഫ്റ്റിങ് എല്ലാം, റിവർ ജമ്പിങ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, സ്നോർക്ലിങ് അതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കാണാം. ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി. നല്ല കാറ്റാട്ടോ. ഭയങ്കര കാറ്റില് നമുക്ക് അപ്പം ഞങ്ങൾ രണ്ടുപേരും ദേ ഇപ്പൊ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ ഉണ്ട്. അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ ഒരു വട്ടം ലൈഫിൽ അടിപൊളി സ്നോപടങ്ങാണ്. കാരണം ഇവിടെ തിരക്കില്ല, വലിയ സംഭവമൊന്നുമില്ല. ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ ആക്ടിവിറ്റി. കുറെ ആളുകൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ കണ്ടത്. ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ ക്യാമ്പിംഗ് ടെന്റുകൾ കാണാൻ പറ്റും. അടിപൊളി വൈബായിരിക്കും. നമുക്കിവിടെ കുക്ക് ചെയ്ത് കഴിക്കാം. നമ്മൾ ചില വീഡിയോസിൽ കണ്ടിട്ടില്ലേ, ഇവിടുന്ന് കല്ലും മണ്ണും ചെടിയൊക്കെ പറിച്ചിട്ട് കുക്ക് ചെയ്യണം. അതുമാതിരി നമുക്ക് കുക്ക് ചെയ്തിട്ട് അടിപൊളി ഒരു ടെന്റ് ലൈഫ് നമുക്ക് ക്യാമ്പിങ് അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വെള്ളമാണെങ്കിലും ഭയങ്കര സൂപ്പറാണ്. നല്ല എന്താ പറയാ, ഈ നമ്മള് മാൽദീവ്സ് ലക്ഷദ്വീപ്സിലൊക്കെ പോകുമ്പോൾ കാണില്ലേ, അതുമാതിരിയുള്ള അടിപൊളി വെള്ളം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു അടിപൊളി ലോങ് ബ്രിഡ്ജാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഷേക്കിംഗ് ആണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഐ റിയലി ലൈക്ക് സ്പേസ്. ദിസ് ഇസ് സോ ഗുഡ്. നമുക്കൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആട്ടോ. അങ്ങനെ ചേട്ടൻ എന്തിനാ പോകാൻ? സിപ്പ് ലൈനിൽ പോകാൻ പോണ് ഗൈസ്. ബാന പോണ്ട? എവിടെ പോയി നിൽക്കുന്നു? സിപ്പ് ലൈനിൽ പോകാൻ പോണ് ഗൈസ്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡി ആണ്. ഞാൻ പോയിട്ടുള്ളത് ഓൾറെഡി മൂന്നാർ വെച്ച്, അതുകൊണ്ട് ഞാൻ പോകണില്ല. ചേട്ടൻ ഒറ്റയ്ക്ക് പോകണം. പിന്നെ അവർ സൈനൊക്കെ ചെയ്ത് മേടിക്കും കേട്ടോ. സേഫ്റ്റി സംഭവങ്ങൾ, അതിന് അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്.
ഇപ്പൊ ഞാന് തിരിച്ചെങ്ങനെ ഇറങ്ങി വരൂടാ? ഞാൻ വരണ മോളിക്ക്? ഞാൻ ഇങ്ങനെ തിരിച്ചിറങ്ങാൻ എനിക്ക് ആരും ഹെൽപ്പ് ഉണ്ടാവില്ല. ഇപ്പൊ കേസ് എനിക്കല്ലെങ്കിൽ ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴിയാ ഇറങ്ങി വരണതേ, വെരി ഡിഫിക്കൽട്ട്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണ്. പക്ഷെ കയ്യേറെ ഇത്രയും മോശമാണ് എന്റെ കൈ കിട്ടിയത്. സേഫ്റ്റി നമ്മൾ നോക്കണം. റാഫ്റ്റിങ്ങിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും കേട്ടോ. നമ്മൾ അടിപൊളി ലഞ്ചൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ മുഖമൊക്കെ കഴുകുന്നത് നല്ല അടിപൊളി വാട്ടറാണ്, നല്ല തണുത്ത വെള്ളം. മുഖമൊക്കെ കഴുകി നേരെ വെള്ളം കൂടി നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ലഞ്ചുണ്ട്. ചിക്കൻ വറുത്തത്, ഉരുളൻകിഴങ്ങ്, ഗ്രീൻ പീസ് കറി, ചമ്മന്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അടിപൊളി ഒരു സെറ്റപ്പിൽ ഇവിടെ ക്യാമ്പിങ് ഉണ്ട്. ആളുകൾ വന്ന് ക്യാമ്പൊക്കെ ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പ്. അവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി വൈബിൽ ഫുഡ് കഴിക്കാൻ പോകും. നമ്മൾ ഫുഡ് കഴിക്കാൻ സിറ്റിങ് എല്ലാം ഒറ്റയ്ക്കുള്ള വൈബ്. അപ്പോൾ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. അതിന് തന്നെ ഞങ്ങൾ പോകുന്നത് റിവർ റാഫ്റ്റിംഗ് എന്നല്ല, എന്താണ് വെറുതെ ബോട്ടിങ്ങിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നോർക്കിളിങ്ങിന് പോവും. പിന്നെ ഏട്ടൻ റിവർ ജമ്പിങ്ങിനും പോവും, ക്ലിഫ് ജമ്പിങ്ങിനും പോവും. അപ്പം അത്രയാണ് ഇന്നത്തെ നമ്മുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ളൊരു 50 മിനിറ്റ്സ്. അപ്പം ഒരു ബോട്ടിൽ 4 പേരുണ്ടാവും. ആ 4 പേർക്ക് 500 രൂപ അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ 3 പേര് വെച്ച് പോകാൻ വേണം. റെഡി ആയിട്ടുണ്ട്. റിയോ പറയൂ, ഹായ് പറ. റെഡിയാ? ഹായ്, റെഡി? ഓക്കെ. എടുക്കണ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇവരും റെഡിയാണ്. നമ്മൾ ബോട്ടിങ്ങിന് പോവും. അത് കഴിഞ്ഞിട്ട് ക്ലിഫ് ജമ്പിങ്ങിന് പോവും, അതായത് സ്നോർക്കിളിങ്ങിന് പോവും. യെസ്. പിള്ളേരുടെ ബോൾ കളിക്കുന്നു. ബോട്ടൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നേരെ ബോട്ടിലേക്ക് കയറി. അപ്പോൾ അവർ ബോട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. നിറയെ വെള്ളമായിരുന്നു അതിൽ. ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഞാൻ റെഡിയായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. ഒപ്പനമ്മയിരുന്നു ഗൈസ്, ബാനായിരുന്നു. ഡ്രൈവർ റെഡി, മുങ്ങിക്കിടക്ക്. അങ്ങനെ ഞങ്ങൾ കയറ്റി. അമ്മാ ചെറുതായിട്ട് ഇടിച്ചു ഗൈസ്. ബാന തുഴയുന്നു ഗൈസ്.